ഇന്നത്തെ ക്ലാസ്സിൽ പ്രിൻസിപ്പിൾസ് ഓഫ് ഇൻഹെറിറ്റൻസിന്റെ 4ാമത്തെ സെഷനാണ് നമ്മൾ പഠിക്കുന്നത്. നമ്മൾ മോണോ ഹൈബ്രിഡ് ക്രോസ് എന്താന്ന് കണ്ടു. എന്താ മോണോ ഹൈബ്രിഡ് ക്രോസ് എന്ന് പറഞ്ഞാൽ ഇൻ എ ഹൈബ്രിഡൈസേഷൻ എക്സ്പെരിമെന്റ് ഇഫ് ഓൺലി വൺ ക്യാരക്ടർ ഈസ് കൺസിഡേർഡ് അറ്റ് എ ടൈം ദാറ്റ് ഈസ് കോൾഡ് ആസ് മോണോ ഹൈബ്രിഡ് ക്രോസ്. അതിന് ഒന്നിൽ കൂടുതലാണെങ്കിൽ ഡൈ ഹൈബ്രിഡ് ക്രോസ് ആവാം, ട്രൈ ഹൈബ്രിഡ് ക്രോസ് ആവാം. അപ്പം നമ്മളിവിടെ ഒരു ക്യാരക്ടർ മാത്രം കൺസിഡർ ചെയ്ത്, അതായത് ഹൈറ്റ് എന്ന ഒരു ക്യാരക്ടർ മാത്രം കൺസിഡർ ചെയ്ത് അതിന്റെ കോൺട്രാസ്റ്റിംഗ് ക്യാരക്ടേഴ്സ് ആയിട്ടുള്ള അതിന്റെ ഒപ്പോസിറ്റ് നേച്ചർ ആയിട്ടുള്ള ടോളും ഡ്വാർഫും തമ്മിൽ ക്രോസ് ചെയ്യിപ്പിച്ചു. അതാണ് ഇവിടെ മോണോ ഹൈബ്രിഡ് ക്രോസ് എന്ന് പറയുന്നത്. മോണോ ഹൈബ്രിഡ് ക്രോസിൽ ഒബ്സർവ് ചെയ്ത ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഫസ്റ്റ് ജനറേഷൻ F1 ജനറേഷനിൽ എല്ലാ ഓസ്പ്രിങ്സും ഒരു പേരന്റിനെ പോലെ മാത്രമാണ് അതിന്റെ ഹൈറ്റ് ഉണ്ടായിരുന്നത്. മറ്റേ പേരന്റിന്റെ ഹൈറ്റിനെ റെപ്രസെന്റ് ചെയ്യുന്ന ആ ഒരു ക്യാരക്ടർ എക്സ്പ്രസ് ചെയ്യുന്നുണ്ടായിരുന്നില്ല. പക്ഷേ F2 ജനറേഷനിൽ ഏത് ക്യാരക്ടർ ആണോ F1 ജനറേഷനിൽ എക്സ്പ്രസ് ചെയ്യാതിരുന്നത് ആ ക്യാരക്ടർ 4/1 നമ്പർ ഈ F2 ജനറേഷനിൽ എക്സ്പ്രസ് ചെയ്തതായിട്ട് നമുക്ക് കാണാൻ കഴിഞ്ഞു. അത്രയല്ലേ നമ്മൾ തേർഡ് സെഷനിൽ പറഞ്ഞത്. ഇനി നമുക്ക് നോക്കാം. അദ്ദേഹത്തിന്റെ ഒബ്സർവേഷനിൽ റിസസീവ് പാരന്റൽ ട്രെയ്റ്റ് ഒരു ബ്ലെൻഡിങ്ങും ഇല്ലാതെ, അതായത് ഒരു വ്യത്യാസവും ഇല്ലാതെ F2 ജനറേഷനിൽ എക്സ്പ്രസ് ചെയ്തതായിട്ട് കണ്ടു. അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന എന്താന്ന് വെച്ചാൽ ഒരു ടോൾ പ്ലാന്റും ഒരു ഡ്വാർഫ് പ്ലാന്റും അത് ഗ്യാമീറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത്, നമുക്കറിയാലോ സെക്ഷൽ റിപ്രൊഡക്ഷനിൽ ഗ്യാമീറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യണം. ഗ്യാമീറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്ന മിയോസിസ് വഴിയാണ് അല്ലെ. ഒരു മിയോസിസ് പ്രോസസ് വഴി ഗ്യാമീറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് ആ പെയർ ഓഫ് ഫാക്ടർ അല്ലെങ്കിൽ അലീൽസ് അത് സെപ്പറേറ്റ് ആയിട്ട് അല്ലെങ്കിൽ സെഗ്രിഗേറ്റ് ആയിട്ട് ഓരോ അലീലും ഓരോ ഗ്യാമീറ്റിൽ ഇൻകോർപ്പറേറ്റ് ചെയ്യും. ഓരോ അലീലും ഓരോ ഗ്യാമീറ്റിൽ ഇൻകോർപ്പറേറ്റ് ചെയ്യും. അതായത് ഇപ്പൊ ഇവിടെ നോക്കിക്കേ, ഇതൊരു ടോൾ പ്ലാന്റ് ആണ്, ഇതൊരു ഡ്വാർഫ് പ്ലാന്റ് ആണ്. ഹൈറ്റിനെ റെപ്രസെന്റ് ചെയ്യുന്ന ഓൾട്ടർനേറ്റ് ഫോം ഓഫ് ദ ജീൻ, ഹൈറ്റ് റെപ്രസെന്റിംഗ് ജീൻ ഈസ് capital T, capital T. Height representing alternate form of this gene, that is small t here. ഇത് ടോൾ പ്ലാന്റ് ഫാദർ ആണെങ്കിൽ അല്ലെങ്കിൽ മെയിൽ പ്ലാന്റ് ആയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇതിന്റെ പോളൻ ഗ്രെയിൻ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിൽ ഇതിനകത്ത് ഉണ്ടാകുന്ന പോളൻ ഗ്രെയിനിൽ 50% ക്യാപിറ്റൽ ടി 50% ക്യാപിറ്റൽ ടി ഇങ്ങനെയായിരിക്കും സെഗ്രിഗേറ്റ് ചെയ്യുക. അതായത് ഈ ക്യാപിറ്റൽ ടിയും തമ്മിൽ എന്താവും, സെപ്പറേറ്റ് ആയി പോകും. എന്നിട്ട് ഒരു ക്യാപിറ്റൽ ടി ഒരു പോളൻ ഗ്രെയിനിലാണെങ്കിൽ അടുത്ത ക്യാപിറ്റൽ ടി മറ്റേ പോളൻ ഗ്രെയിനിലേക്കായിരിക്കും ഇൻകോർപ്പറേറ്റ് ചെയ്യുക. എന്ന് പറഞ്ഞാൽ ഹൈറ്റിനെ റെപ്രസെന്റ് ചെയ്യുന്ന ഫാക്ടർ എല്ലാ പോളൻ ഗ്രെയിനിലും ടോൾ പ്യുവർ ബ്രീഡിംഗ് ലൈനിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്ന പോളൻ ഗ്രെയിനിൽ എല്ലാ പോളൻ ഗ്രെയിനിലും ഹൈറ്റിനെ റെപ്രസെന്റ് ചെയ്യുന്ന ഫാക്ടർ എന്ന് പറയുന്ന ക്യാപിറ്റൽ ടി തന്നെയായിരിക്കും. അതേപോലെ തന്നെ ഡ്വാർഫ് പേരന്റ് പ്യുവർ ബ്രീഡിംഗ് ലൈൻ, ഡ്വാർഫ് പേരന്റ് ഗ്യാമീറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് എഗ് ഉണ്ടാവുമ്പോൾ 100% എഗ്ഗിലും ആ സ്മോൾ ടി സെപ്പറേറ്റ് ആയിട്ട് ഓരോ ടി ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ടുണ്ടാവും, ഓരോ സ്മോൾ ടി ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ടുണ്ടാവും. എന്ന് പറഞ്ഞാൽ എല്ലാ പോളൻ ഗ്രെയിൻസും ഹൈറ്റിനെ റെപ്രസെന്റ് ചെയ്യുന്നത് ക്യാരി ചെയ്യുന്ന ക്യാപിറ്റൽ ടിയും എല്ലാ എഗ്ഗും ഹൈറ്റിനെ റെപ്രസെന്റ് ചെയ്യുന്ന ഫാക്ടർ ക്യാരി ചെയ്യുന്ന സ്മോൾ ടിയും ആയിരിക്കും എന്ന് ചുരുക്കം. അപ്പോൾ ഇവിടെ ഓരോ ഈ ഫാക്ടറിന്റെ ഓരോ ഓൾട്ടർനേറ്റ് ഫോം അല്ലെങ്കിൽ അലീലും സെപ്പറേറ്റ് ചെയ്തിട്ടാണ് ഗ്യാമീറ്റിലേക്ക് ഇൻകോർപ്പറേറ്റ് ചെയ്യുന്നത്. അല്ലാണ്ട് ഈ ക്യാപിറ്റൽ ടി രണ്ടും കൂടി ഒരുമിച്ച് ഒരിക്കലും ഒരു ഗ്യാമീറ്റിലേക്ക് പോകില്ല എന്നർത്ഥം കേട്ടോ. ഇനി ഞാൻ F2 ജനറേഷൻ പറയുമ്പോൾ നിങ്ങൾക്ക് ഞാൻ ആ പറഞ്ഞതിന്റെ പൊരുൾ എന്താന്ന് വളരെ ക്ലിയർ ആവും. ഇപ്പൊ ഇങ്ങനെ നിൽക്കട്ടെ. സോ ഹിയർ ഇത് സെഗ്രിഗേറ്റ് ചെയ്ത് ഓരോ അലീലും ഓരോ ഗ്യാമീറ്റിലേക്കും ഇൻകോർപ്പറേറ്റ് ചെയ്യും. ഇത് സെഗ്രിഗേറ്റ് ചെയ്യുന്ന സെഗ്രിഗേഷൻ ഓഫ് അലീലിന്റെ സെഗ്രിഗേഷൻ എന്ന് പറയുന്നത് ഒരു റാൻഡം പ്രോസസ്സാണ്. അതുകൊണ്ട് തന്നെ 50% ചാൻസ് ഗ്യാമീറ്റിന് ഈ ഏതെങ്കിലും ഒരു അലീലിനെ കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. അതായത് ഇവിടെ ക്യാപിറ്റൽ ടി എന്ന് പറയുന്ന ഈ ക്യാപിറ്റൽ ടീനെ കിട്ടാനുള്ള ചാൻസ് ഉണ്ട്, അല്ലെങ്കിൽ ഈ ക്യാപിറ്റൽ ടീനെ കിട്ടാനുള്ള ചാൻസ് ഉണ്ട് 50% ഓരോ പോളൻ ഗ്രെയിനും. അതായത് 1/2 ടി വിൽ ബി ഇൻകോർപ്പറേറ്റഡ് ഇൻ ടു ഈച്ച് ഗ്യാമീറ്റ് എന്ന് നമുക്ക് പറയാം. അതായത് 1/2 ടി, ഹാഫ് ടി, അതായത് ഇവിടത്തെ ഒരു പകുതി ടി എങ്ങോട്ട് പോകും, ഒരു ഗ്യാമീറ്റിലേക്ക് പോകും, പകുതി ടി അടുത്ത ഗ്യാമീറ്റിലേക്കും പോകും എന്ന് ചുരുക്കം. ഓക്കെ. ഇനി ഈ
ഇങ്ങനെ ഒരു കൺക്ലൂഷനിൽ എത്താൻ കാരണം എന്താന്ന് ചോദിച്ചാൽ അവിടെ എക്സ്പെരിമെന്റ് ചെയ്ത് വെരിഫൈ ചെയ്ത റിസൾട്ടിൽ നിന്നാണ് ഈ പറയുന്ന ക്രോസിംഗിൽ ഗ്യാമീറ്റ് ഫോം ചെയ്യുമ്പോൾ അലീൽസ് തമ്മിൽ സെഗ്രിഗേറ്റ് ചെയ്യുന്നും ആ സെഗ്രിഗേഷൻ റാൻഡംലി ആണ് നടക്കുന്നത് എന്നും പറഞ്ഞത്. സോ ഹിയർ ഇറ്റ് ഹാസ് ഗിവൻ ഇവിടെ ഗ്യാമീറ്റ് ക്യാപിറ്റൽ ടി പ്ലാന്റിന്റെ ഗ്യാമീറ്റ് സെപ്പറേറ്റ് ചെയ്ത് ഓരോ അലീലും ക്യാപിറ്റൽ ടി ഓരോ ഗ്യാമീറ്റിലേക്കും ഇൻകോർപ്പറേറ്റ് ചെയ്യും. അതേപോലെ സ്മോൾ ടി പ്ലാന്റിന്റെ ഗ്യാമീറ്റ് ഫോം ചെയ്യുന്ന സമയത്ത് അലീൽസ് സെപ്പറേറ്റ് ആയിട്ട് ഓരോ ഗ്യാമീറ്റിലേക്കും സ്മോൾ ടി ഇൻകോർപ്പറേറ്റ് ചെയ്യും. ഇനി ഫെർട്ടിലൈസേഷന്റെ സമയത്ത് ഈ ക്യാപിറ്റൽ ടി, ഈ പോളൻ ഗ്രെയിൻ കണ്ടെയ്ൻ ചെയ്യുന്ന ഈ ക്യാപിറ്റൽ ടി ഈ എഗ് കണ്ടെയ്ൻ ചെയ്യുന്ന സ്മോൾ ടി ആയിട്ടാണ് ജോയിൻ ചെയ്യുന്നത്. അപ്പൊ എന്താ, ഈ ക്യാപിറ്റൽ ടി സ്മോൾ ടി കോമ്പിനേഷൻ ക്യാൻ ബി ഫോം ഡ്യൂറിംഗ് ഫെർട്ടിലൈസേഷൻ. രണ്ട് അലീൽസും, അതായത് ക്യാപിറ്റൽ ടി ഫ്രം വൺ പേരന്റ് ത്രൂ ദ പോളൻ ആൻഡ് സ്മോൾ ടി ഫ്രം ദ അതർ പേരന്റ് ത്രൂ ദ എഗ്, അത് രണ്ടും കൂടെ യുണൈറ്റ് ചെയ്തിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന സൈഗോട്ട് എന്തായി? അപ്പോൾ ക്യാപിറ്റൽ ടി സ്മോൾ ടി കോമ്പിനേഷൻ ആയി. കണ്ടോ, ക്യാപിറ്റൽ ടി സ്മോൾ ടി ആയി. അതേപോലെ തന്നെ ഈ ക്യാപിറ്റൽ ടി സ്മോൾ ടി ആയിട്ട് ജോയിൻ ചെയ്ത അവിടെ ക്യാപിറ്റൽ ടി സ്മോൾ ടി ഉണ്ടായി. ഈ ക്യാപിറ്റൽ ടി സ്മോൾ ടി ആയിട്ട് ജോയിൻ ചെയ്ത അവിടെ ക്യാപിറ്റൽ ടി സ്മോൾ ടി ഉണ്ടായി. ഈ ക്യാപിറ്റൽ ടി സ്മോൾ ടി ആയിട്ട് ജോയിൻ ചെയ്ത അവിടെ ക്യാപിറ്റൽ ടി സ്മോൾ ടി ഉണ്ടായി. അപ്പൊ ഇതിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്ത 4 സീഡ്സും വലുതായപ്പോൾ ഇതെല്ലാം ക്യാപിറ്റൽ ടി സ്മോൾ ടി കോമ്പിനേഷൻ ആയിരുന്നു. ആ ക്യാപിറ്റൽ ടി സ്മോൾ ടി കോമ്പിനേഷൻ ആയിരുന്നു എന്നുള്ളത് നമ്മൾ തിയററ്റിക്കലി കണ്ടുപിടിച്ചതാണ് കേട്ടോ. അതായത് ഹെട്രോസൈഗസ് ആയിട്ടുള്ള ഒരു പ്യുവർ ലൈൻ അല്ല, ഹെട്രോസൈഗസ് ആയിട്ടുള്ള ഹൈബ്രിഡ് ആണ് ഇവിടെ ഫോം ചെയ്തത്. ഹൈബ്രിഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണല്ലോ നമ്മൾ എക്സ്പെരിമെന്റ് ചെയ്തത്. അതിൽ നിന്ന് നമ്മൾ എങ്ങനെ ക്യാരക്ടർ ട്രാൻസ്ഫർ ചെയ്യേണ്ടതെന്ന് ചെയ്യുന്നതെന്ന് അറിയണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പറയുന്ന ക്രോസിംഗ് എക്സ്പെരിമെന്റ് ചെയ്യുന്നത്. അപ്പൊ അതിൽ നിന്ന് നമുക്ക് മനസ്സിലായ ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, സൈഗോട്ട് ഫോം ചെയ്യുന്ന സമയത്ത് ഹൈബ്രിഡിന് എപ്പോഴും ക്യാപിറ്റൽ ടി സ്മോൾ ടി കോമ്പിനേഷൻ ആയിരിക്കും. ഇത് ഹെട്രോസൈഗസ് കണ്ടീഷനാണ് എക്സ്പ്രസ് ചെയ്യുന്നത്. അതായത് ഹൈബ്രിഡിന് ക്യാപിറ്റൽ ടി സ്മോൾ ടി കോമ്പിനേഷൻ ആയിരിക്കും. ഈ ഹൈബ്രിഡിൽ കാണുന്ന അലീൽസ് അത് കോൺട്രാസ്റ്റിംഗ് ട്രെയ്റ്റ്സിനെ റെപ്രസെന്റ് ചെയ്യുന്ന അലീൽസ് ആണ് അല്ലെ. ക്യാപിറ്റൽ ടി എന്ന് പറയുന്നത് ടോളിനെയും സ്മോൾ ടി എന്ന് പറയുന്ന ഡ്വാഫിനെയും റെപ്രസെന്റ് ചെയ്യുന്നതാണ്. അതായത് കോൺട്രാസ്റ്റിംഗ് ട്രെയ്റ്റിനെ റെപ്രസെന്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ആണ് അല്ലെ. അതുകൊണ്ട് ഈ പ്ലാന്റ്സിനെ നമുക്ക് ഹെട്രോസൈഗസ് ടൈപ്പ് ഓഫ് പ്ലാന്റ്സ് എന്ന് പറയാം. ഇനി ഇത് ഗ്യാമീറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് the production of gamete by the parents, the formation of the zygote, the F1 and F2 plants can be understood from a diagram called Punnett square. കണ്ടോ, ഇവിടുന്ന് ഈ പറയുന്ന F1 ജനറേഷനും F2 ജനറേഷനും കാണിക്കാൻ വേണ്ടിയിട്ട് അവരെ ജനറ്റിക് കോമ്പോസിഷനൊക്കെ ഈസി ആയിട്ട് റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു മെത്തേഡാണ് പന്നറ്റ് സ്ക്വയർ എന്ന് പറയുന്നത്. പന്നറ്റ് സ്ക്വയർ ആണ് ഈ കാണിച്ചിട്ടുള്ളത്. ഈ പന്നറ്റ് സ്ക്വയർ ഡെവലപ്പ് ചെയ്ത ഒരു ബ്രിട്ടീഷ് സയന്റിസ്റ്റ് ആണ് കേട്ടോ. ബ്രിട്ടീഷ് സയന്റിസ്റ്റ് ബ്രിട്ടീഷ് ജനറ്റിസിസ്റ്റ് ആണ് റിജിനാൾഡ് സി പന്നറ്റ് എന്ന് പറയുന്ന ബ്രിട്ടീഷ് ജനറ്റിസിസ്റ്റ് ആണ് ഇത് കണ്ടുപിടിച്ചത്. ഇതൊരു ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ ആണ്. എല്ലാ പോസിബിൾ ജീനോടൈപ്പിനെയും അല്ലെങ്കിൽ ഇതിൽ നിന്നുണ്ടാവുന്ന എല്ലാ ഓസ്പ്രിങ്സിന്റെയും പോസിബിൾ ജീനോടൈപ്പിനെയും കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ജനറ്റിക് ക്രോസ് ആണ് ഈ പറയുന്ന പന്നറ്റ് സ്ക്വയർ കൊണ്ട് അർത്ഥാക്കുന്നത്. റിജിനാൾഡ് സി പന്നറ്റ് ആൻഡ് ഹീസ് എ ബ്രിട്ടീഷ് ജനറ്റിസിസ്റ്റ്. ഓക്കെ, അദ്ദേഹം അതിനകത്ത് എന്താ ചെയ്തതെന്ന് ചോദിച്ചാൽ, ആ പേരന്റൽ ഗ്യാമീറ്റ് ക്യാപിറ്റൽ ടി സ്മോൾ ടി ഇത് മെയിലും ഫീമെയിലും എവിടെ എഴുതി? ആ പന്നറ്റ് സ്ക്വയറിന്റെ അപ്പർ റോയിലും അതേപോലെ ലെഫ്റ്റ് കോളത്തിലും റെപ്രസെന്റ് ചെയ്യുന്ന രീതിയിൽ എഴുതി. ദെൻ ആഫ്റ്റർ ദാറ്റ് വെൻ വി ഡു ദ ക്രോസ്, ദിസ് ക്യാപിറ്റൽ ടി, ദിസ് സ്മോൾ ടി, 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 അങ്ങനെയാണ് അദ്ദേഹം ഇവിടെയുള്ള പ്രോജനിയുടെ ജീനോടൈപ്പ് എഴുതി വെച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഈ രണ്ട് സൈഡിലായിട്ടാണ് ഗ്യാമീറ്റ്സ് എക്സ്പ്രസ് ചെയ്യുന്ന. സാധാരണയായിട്ട് ടോപ്പ് റോയിലും ലെഫ്റ്റ് കോളത്തിലുമായിട്ടാണ് എല്ലാ പോസിബിൾ കോമ്പിനേഷൻസും എല്ലാ കറസ്പോണ്ടൻസ് ബോക്സിൽ കൂടെ ഇവിടെ റെപ്രസെന്റ് ചെയ്യുന്നുണ്ട്. അത് ഒരു അതിന്റെ ഒരു ഔട്ട്പുട്ട് എന്ന് പറയുന്നത് എന്താണ്? ഒരു സ്ക്വയർ ഫോം ആണ് കേട്ടോ. ഈ പന്നറ്റ് square actually it show the parental tall and dwarf female small t plant, the gametes produced by them and the F1 capital T small t progeny ഇത് അവിടെ കാണിച്ചിട്ടുണ്ട് അല്ലെ. ഇനി the symbols ഇപ്പൊ നമ്മളിവിടെ ഇത് റെപ്രസെന്റ് ചെയ്യുന്ന സമയത്തുണ്ടല്ലോ, നമുക്കിവിടെ സിമ്പിൾ യൂസ് ചെയ്യാം. ഇത് വന്നിട്ട് എന്താണ്,
ഇവിടെ പന്നെറ്റ് സ്ക്വയറിൽ ഈ പറയുന്ന ഗ്യാമീറ്റ്സ് റെപ്രസെന്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് അപ്പർ റോയും അതുപോലെ തന്നെ ലെഫ്റ്റ് കോളം യൂസ് ചെയ്യാന്ന് പറഞ്ഞു. അപ്പൊ ഓരോ കോളത്തിലും റോയിലും എന്താണ് റെപ്രസെന്റ് ചെയ്യുന്നത് നമുക്ക് ഇവിടെ എഴുതി വെക്കാവുന്നേ ഉള്ളൂ. അതായത് ഈ സൈൻ ആണെങ്കിൽ ഇത് മെയിലിനെ റെപ്രസെന്റ് ചെയ്യുന്നതാണ്, ഇത് ഫീമെയിലിനെ റെപ്രസെന്റ് ചെയ്യുന്നതാണ്. അപ്പൊ ഇത് തമ്മിലുള്ള ക്രോസിൽ ഉണ്ടായിരിക്കുന്ന എല്ലാ പ്രോജിനീസും നമുക്ക് തിയററ്റിക്കലി കിട്ടിയത് ക്യാപിറ്റൽ ടി സ്മോൾ ടി കോമ്പിനേഷൻ ആണ്. അതേപോലെ തന്നെ നമുക്ക് അതിന്റെ ഫീനോട്ടിപ്പിക് എക്സ്പ്രഷൻ എന്ന് പറയുന്നത് ടോൾ ക്യാരക്ടറാണ് കിട്ടിയത് കേട്ടോ. അപ്പൊ നമുക്ക് നോക്കാം അടുത്ത എക്സ്പെരിമെന്റ് അദ്ദേഹം ചെയ്തത് എന്താണെന്ന് വെച്ചാൽ ആ പന്നെറ്റ് സ്ക്വയറിൽ നിന്ന് ക്യാപിറ്റൽ ടി സ്മോൾ ടി കോമ്പിനേഷൻ എല്ലാ F1 പ്രോജനിക്കും ഉണ്ടായതായി നമുക്ക് മനസ്സിലാക്കി അല്ലേ. ഈ F1 പ്ലാന്റിന്റെ ജീനോ ടൈപ്പ് സെൽഫ് പോളിനേറ്റ് ചെയ്തപ്പോൾ അതാ ഇതേപോലെ തന്നെ വി ക്യാൻ സി ദിസ് ഈസ് കൺസിഡേർഡ് ആസ് മെയിൽ ആൻഡ് ദിസ് ഈസ് കൺസിഡേർഡ് ആസ് ദ ഫീമെയിൽ. ഇതൊന്നും മെയിലും ഇതൊരു ഫീമെയിലും. ഇവിടെ മെയിൽ ആൻഡ് ഫീമെയിൽ നമ്മൾ റെപ്രസെന്റ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ സെൽഫ് പോളിനേഷൻ ആയതുകൊണ്ട് തന്നെ ഒരു പീ പ്ലാന്റ് വളർന്ന് വലുതായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ നമ്മൾ എന്താ പറയുക നോർമലി ഒരു ഫെർട്ടിലൈസേഷൻ നടക്കുന്നതാണ് അവിടെ സെൽഫ് പോളിനേഷൻ എന്ന് പറയുന്നത്. കാരണം അവിടെ ദർ ഇസ് നോ ചാൻസ് ഓഫ് ക്രോസ് പോളിനേഷൻ അൺടിൽ ആൻഡ് അൺലെസ് വി ഇൻഡ്യൂസ്. നമ്മൾ ഇൻഡ്യൂസ് ചെയ്താൽ മാത്രമാണ് ക്രോസ് പോളിനേഷൻ നടക്കുള്ളൂ. കാരണം എന്താ അത് ബഡ് ആയിരിക്കുമ്പോൾ തന്നെ അതിന്റെ പോളിനേഷൻ നടക്കും. അതുപോലെ തന്നെ ആ സ്റ്റിഗ്മയുടെ റിസപ്റ്റിവിറ്റി ഒക്കെ കഴിഞ്ഞു പോയിട്ടുണ്ടാവും ഫ്ലവർ ആന്തസിസ് നടക്കുമ്പോഴത്തേക്കും. അതുകൊണ്ട് തന്നെ നമുക്കത് പറയാം അവിടെ സെൽഫിങ് നടക്കാന്ന് പറയുമ്പോൾ ഈ ഇങ്ങനെ രണ്ടെണ്ണം സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് തിയറി പഠിക്കാൻ വേണ്ടിയിട്ട് എഴുതിയതാണ്. അല്ലെങ്കിൽ ഒരു പ്ലാന്റിൽ തന്നെയാണ് സെൽഫ് ഫെർട്ടിലൈസേഷൻ നടക്കുന്നത് അല്ലേ. സെൽഫ് ഫെർട്ടിലൈസേഷൻ എന്ന് പറയുന്നത് എന്താണ്? ഒരു പൂവിന്റെ ഉള്ളിൽ തന്നെ നടക്കുന്ന ഫെർട്ടിലൈസേഷനെ സെൽഫ് ഫെർട്ടിലൈസേഷൻ അല്ലെങ്കിൽ സെൽഫ് പോളിനേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ടോൾ പ്ലാന്റുമായിട്ട് സെൽഫ് ചെയ്തു എന്ന് എഴുതിയേക്കുന്നത് കേട്ടോ. ഇവിടെ ഈ ടോൾ പ്ലാന്റിന്റെ ഉള്ളിൽ ഉണ്ടായേക്കുന്ന ഫ്ലവറിന്റെ ആന്തറിന്റെ ഉള്ളിലിരിക്കുന്ന പോളൻ ഗ്രെയിൻസ് ആ ഫ്ലവറിന്റെ ഉള്ളിൽ തന്നെ സ്റ്റിഗ്മയുടെ മേലേക്ക് വിതർ ഓഫ് ചെയ്യുകയാണ് ശരിക്കും ചെയ്യുന്നത്. നമുക്കിതിവിടെ ഒരു ടേബിൾ ഫോമിൽ എഴുതേണ്ടതുള്ളത് കൊണ്ട് നമ്മളത് രണ്ട് പേരന്റ് ആയിട്ട് ഇത് അവിടെ എഴുതിയിട്ടുണ്ട് എന്ന് മാത്രം. ഇൻ ബിറ്റ്വീൻ ദാറ്റ് ടു റെപ്രസെന്റ് ദിസ് ഇസ് എ സിംഗിൾ പേരന്റ് വി ഹാവ് ജസ്റ്റ് റിട്ടൺ സെൽഫിംഗ് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അതിൽ നിന്ന് നമ്മളത് മനസ്സിലാക്കിക്കൊള്ളണം കേട്ടോ. അപ്പോൾ ഈ F1 പ്ലാന്റിന്റെ ജീനോ ടൈപ്പ് എന്ന് പറഞ്ഞ് നമ്മൾ എന്താ കണ്ടുപിടിച്ചത്? ക്യാപിറ്റൽ ടി സ്മോൾ ടി ആണ്. അതിനെ സെൽഫ് പോളിനേറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ അത് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗ്യാമീറ്റിന്റെ ജനറ്റിക് കോമ്പോസിഷൻ എങ്ങനെയായിരിക്കും, അതിന്റെ ജീനോ ടൈപ്പ് എങ്ങനെയായിരിക്കും എന്ന് ചോദിച്ചാൽ സി ഹിയർ ക്യാപിറ്റൽ ടി സ്മോൾ ടി അതാണ് അതിന്റെ ഓൾട്ടർനേറ്റ് അലീൽ ഓഫ് ദാറ്റ് ഫാക്ടർ വിച്ച് ഈസ് റെപ്രസെന്റിങ് ദ ഹൈറ്റിനെ റെപ്രസെന്റ് ചെയ്യുന്ന ഫാക്ടറിന്റെ ഓൾട്ടർനേറ്റ് അലീൽ എന്ന് പറയുന്ന ക്യാപിറ്റൽ ടിയും സ്മോൾ ടിയും. അപ്പൊ ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്ന പകുതി പോളൻ ഗ്രെയിനിന് ക്യാപിറ്റൽ ടി ആയിരിക്കും, പകുതി പോളൻ ഗ്രെയിനിൽ സ്മോൾ ടി ആയിരിക്കും. കാരണം എന്താണ്? മിയോസിസ് നടക്കുമ്പോൾ അനാഫേസ് സ്റ്റേജിൽ ആ ഹോമോലോഗസ് ക്രോമസോംസ് സെപ്പറേറ്റ് ആവുമ്പോൾ ഈ പെയർ അങ്ങ് സെപ്പറേറ്റ് ആവും. അതായത് പെയർ ഓഫ് ക്രോമസോംസ് സെപ്പറേറ്റ് ആവുമ്പോൾ ക്യാപിറ്റൽ ടിയും സ്മോൾ ടിയും സെപ്പറേറ്റ് ആവും. എന്നിട്ട് ക്യാപിറ്റൽ ടി ഒന്നിലേക്കും ചേരും, സ്മോൾ ടി വേറൊന്നിലേക്കും ചേരും. ഇങ്ങനെയാണ് ഗ്യാമീറ്റ് ഫോം ചെയ്യുന്നത്. അതേപോലെ തന്നെ ഇവിടെ എഗ് ഫോം ചെയ്യുമ്പോഴും ദ സെയിം പ്രോസസ്സാണ് നടക്കുന്നത്. ക്യാപിറ്റൽ ടി കുറേ ഗ്യാമീറ്റിന് ക്യാപിറ്റൽ ടി ഏകദേശം 50% ക്യാപിറ്റൽ ടിയും 50% സ്മോൾ ടി ആയിരിക്കും ഉണ്ടാവുക. ഇനി when it is undergoing fusion you can see capital T it has crossed with the capital T and it produces capital T combination. Capital T with small t it produces capital T, small t with capital T it produces capital T small t, and small t with small t it produces small t. So here we can say ഇത് തിയറിറ്റിക്കലി നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ക്യാപിറ്റൽ ടി ഒരെണ്ണവും ക്യാപിറ്റൽ ടി സ്മോൾ ടി രണ്ടെണ്ണവും സ്മോൾ ടി ഒരെണ്ണവും ആണ് ഉണ്ടാകുന്നത്. നമുക്ക് ഈ ഒരു പന്നെറ്റ് സ്ക്വയറിൽ നിന്ന് മനസ്സിലാവും. അതിന്റെ ജീനോട്ടിപ്പിക് റേഷ്യോ 1:2:1 ആണെന്നും അത് ക്യാപിറ്റൽ ടി ക്യാപിറ്റൽ ടി സ്മോൾ ടി ആണ് എന്നും മനസ്സിലാവും അല്ലെ. ഇനി അതിന്റെ ഫീനോട്ടിപ്പിക് റേഷ്യോ എന്ന് പറയുമ്പോൾ അതിന്റെ എക്സ്പ്രഷൻ നമുക്ക് എളുപ്പം കണ്ടുപിടിക്കാവുന്ന അതാണ് ഫീനോടൈപ്പിക് റേഷ്യോ ആണ്. മറ്റത് തിയററ്റിക്കലി കൊടുത്തേക്കുന്ന ജീനോട്ടിപ്പിക് റേഷ്യോ അതിന് പ്രൂവ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിൻ്റെ അകത്ത് ഏതാണ് ഹോമോസൈഗസ് ഏതാണ് ഹെട്രോസൈഗസ് എന്ന് പ്രൂവ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഫീനോട്ടിപ്പിക് എക്സ്പ്രഷൻ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിനകത്ത് 3 ടോളും ഒരെണ്ണം മാത്രം ഡ്വാർഫും ആണ് എന്ന് പറഞ്ഞാൽ എന്താ? ക്യാപിറ്റൽ ടി കണ്ടീഷനും ക്യാപിറ്റൽ ടി സ്മോൾ ടി കണ്ടീഷനും ഒരേ തരത്തിലുള്ള ക്യാരക്ടറാണ് ഹൈറ്റിനെ റെപ്രസെന്റ് ചെയ്ത് കാണിക്കുന്നത്. അതായത് എല്ലാം ടോളാണ്, ക്യാപിറ്റൽ ടി ആണെങ്കിലും ക്യാപിറ്റൽ ടി സ്മോൾ ടി ആണെങ്കിലും. അതുകൊണ്ട് തന്നെ 3:1 റേഷ്യോയിലാണ് ഫീനോട്ടിപ്പിക് റേഷ്യോ ഇതിന് കിട്ടിയിട്ടുള്ളത്. 3:1 ആണ് ഫീനോട്ടിപ്പിക് റേഷ്യോ എന്ന് നമുക്ക് കിട്ടിയിട്ടുള്ളത് കേട്ടോ. സോ ഹിയർ
ഇതിൻ്റെ ജീനോടൈപ്പ് എന്ന് പറയുന്നത് നമുക്ക് ഇതിന് പന്നറ്റ് സ്ക്വയറിൽ നിന്ന് കിട്ടും കേട്ടോ. അത് റാൻഡം ഫെർട്ടിലൈസേഷൻ്റെ ഭാഗമായിട്ടാണ് റിസൾട്ടൻസ് സൈഗോട്ട് വന്ന് ക്യാപിറ്റൽ ടി സ്മോൾ ടി ആയി മാറിയത്. ഇനി അതിൻ്റെ ഒരു കാൽക്കുലേഷനാണ് നെക്സ്റ്റ് പറയുന്നത്. അതിനു മുമ്പ് നമുക്ക് ആ 2 പാരഗ്രാഫ് ഒന്ന് വായിച്ചു നോക്കാം കേട്ടോ. സോ ഹിയർ വി ക്യാൻ സേ, from the observation that the recessive parental trait is expressed without any blending in the F2 generation, we can infer that when the tall and dwarf plant produce gametes by the process of meiosis, the alleles of the parental pair separate or segregate from each other and only one allele is transmitted to a gamete. This segregation of alleles is a random process, and so there is a 50% chance of a gamete containing either allele, as has been verified by the result of the crossings. In this way, the gametes of the tall T plants have the allele capital T, and the gametes of the dwarf small t plants have the allele small t. During fertilization, the 2 alleles capital T from one parent, say through the pollen, and the small t from the other parent, then through the egg, are united to produce zygote that have one capital T allele and one small t allele. In other words, the hybrids have capital T small t. Since these hybrids contain alleles which express contrasting traits, the plants are heterozygous condition. The production of gametes by the parent, the formation of the zygote, the F1 and F2 plants can be understood from a diagram called Punnett square, as shown in figure. It was developed by British geneticist Reginald C. Punnett. It is a graphical representation to calculate the probability of all possible genotypes of offspring in a genetic cross. The possible gametes are written on 2 sides, usually the top row and left column. All possible combinations are represented in boxes below in the square, which generate square output form. The Punnett square shows the parental tall capital T and dwarf small t, the gametes produced by them, and the F1 progeny capital T small t. The F1 plant of genotype capital T small t are self-pollinated. The symbols, this one it represents the female, and the symbol which this one it represents the male, are used to denote the female and male of the F1 generation, or egg and pollen grain of the F1 generation respectively. The F1 plant of the genotype capital T small t, when self-pollinated, produces gametes of the genotype capital T and small t in equal proportion. When the fertilization take place, the pollen grains of genotype capital T have a 50% chance to pollinate egg of the genotype capital T as well as of genotype small t. Also, pollen grains of the genotype small t have a 50% chance of pollinating egg of genotype capital T as well as of small t. Genotype small t. As a result of random fertilization, the resultant zygote can be of the genotype capital T small t and small t. ഈ പന്നറ്റ് സ്ക്വയറിൽ നിന്ന് നമുക്ക് ഈസി ആയിട്ട് കാണാൻ കഴിയുന്ന ഒരു കാര്യമാണ് 1/4 ഓഫ് ദ റാൻഡം ഫെർട്ടിലൈസേഷൻ ലീഡ് ടു ക്യാപിറ്റൽ ടി 1/4 ക്യാപിറ്റൽ ടി ആണെന്നും അതേപോലെ തന്നെ ഹാഫ് ഇറ്റ് ഈസ് ക്യാപിറ്റൽ ടി സ്മോൾ ടി ആണെന്നും 1/4 സ്മോൾ ടി ആണെന്നും നമുക്ക് ഈസി ആയിട്ട് കാണാൻ കഴിയും അല്ലേ. F1 ജനറേഷനിൽ നമുക്ക് ജീനോടൈപ്പ് ക്യാപിറ്റൽ ടി സ്മോൾ ടി ആണ്, പക്ഷെ ഫീനോടൈപ്പിക് ക്യാരക്ടർ കണ്ടത് എല്ലാം ടോളാണ് അല്ലേ. അതിൽ നിന്ന് F2 ജനറേഷനിൽ 3/4 പ്ലാന്റ്സ് ടോളും അതേപോലെ തന്നെ 1/4 സ്മോൾ ടി കോമ്പിനേഷൻ ഡ്വാർഫും ആണെന്നാണ് കണ്ടത്. പക്ഷെ ഇതിനകത്തുനിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, അപ്പോൾ തിയറിറ്റിക്കലി നമ്മൾ ഇങ്ങനെ ഒരു കോമ്പിനേഷൻ കിട്ടി, അതേപോലെ തന്നെ നമ്മൾ അദ്ദേഹം എക്സ്പെരിമെന്റ് ചെയ്തപ്പോൾ ഫീനോട്ടിപ്പിക് എക്സ്പ്രഷൻ കാണിച്ചത് അദ്ദേഹം എക്സ്പെക്ട് ചെയ്ത ഒരു റേഷ്യോ 3:1 ആണ്. അതേപോലെ തന്നെ അദ്ദേഹത്തിന് 3:1 റേഷ്യോ കിട്ടി. അപ്പോൾ അവിടെ തിയറിറ്റിക്കലി കിട്ടിയ ക്യാപിറ്റൽ ടി സ്മോൾ ടി ഈ 2 കോമ്പിനേഷനും ടോൾ ആയിരിക്കും എക്സ്പ്രസ് ചെയ്തേക്കുന്നതെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. പക്ഷേ നമുക്ക് ഈ ക്യാപിറ്റൽ ടി ആണോ ക്യാപിറ്റൽ ടി സ്മോൾ ടി ആണോ എന്ന് ഡിസ്റ്റിങ്ക്വിഷ് ചെയ്യാൻ നമുക്ക് ബുദ്ധിമുട്ടാണ് അല്ലേ. ഇത് നമുക്ക് പുറത്തുനിന്ന് നോക്കി കാണാൻ മനസ്സിലാക്കാൻ കഴിയില്ല വെദർ ഇറ്റ് ഈസ് ക്യാപിറ്റൽ ടി കോമ്പിനേഷൻ അല്ലെങ്കിൽ
അല്ലെങ്കിൽ ക്യാപിറ്റൽ ടി സ്മോൾ ടി കോമ്പിനേഷൻ ആണെന്ന്. അതായത് ഫീനോടൈപ്പിക് എക്സ്പ്രഷൻ നമുക്ക് ഈസിലി ഡിസ്റ്റിങ്ക്വിഷ് ചെയ്യാം. പക്ഷേ ജീനോടൈപ്പ് എങ്ങനെയാണ്? ആ ടോൾ പ്ലാന്റിന്റെ കേസിലാണ് നമുക്ക് ജീനോടൈപ്പിനെ വറി ചെയ്യേണ്ട ആവശ്യമുള്ളൂ. കാരണം സ്മോൾ ടി കോമ്പിനേഷൻ മാത്രമേ ഡ്വാർഫ് തന്നിട്ടുള്ളൂ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? ആ പൊക്കമില്ലാത്ത ചെടി അതെപ്പോഴും റിസസീവ് കണ്ടീഷനിൽ അല്ലെങ്കിൽ സ്മോൾ ടി കണ്ടീഷനിൽ മാത്രമാണ് അത് എക്സ്പ്രസ് ചെയ്ത് കാണുന്നുള്ളൂ. അപ്പോൾ അവിടെ പിന്നെ നമ്മൾ അതിന്റെ ജീനോടൈപ്പിനെ കുറിച്ച് ഓർത്ത് വറി ചെയ്യേണ്ട. അത് അതിന്റെ റിസസീവ് നേച്ചറിൽ എക്സ്പ്രസ് ചെയ്യണം. റിസസീവ് നേച്ചർ എക്സ്പ്രസ് ചെയ്യണമെങ്കിൽ ഹോമോസൈഗസ് കണ്ടീഷനിലിരിക്കണം. ക്യാപിറ്റൽ ടി വരാൻ പാടില്ല അവിടെ. അപ്പൊ ക്യാപിറ്റൽ ടി ഒന്നെങ്കിലും വന്നാൽ അതെന്താ ഈ ഡോമിനന്റ് ക്യാരക്ടർ എക്സ്പ്രസ് ചെയ്യാൻ തുടങ്ങി. അപ്പൊ അതിനകത്ത് രണ്ട് പോസിബിലിറ്റി ഉണ്ട്. ക്യാപിറ്റൽ ടി കോമ്പിനേഷൻ വരാം, ക്യാപിറ്റൽ ടി സ്മോൾ ടി കോമ്പിനേഷൻ വരാം. അവിടെ നമുക്ക് രണ്ടിന്റെയും കേസിൽ കിട്ടുന്നത് ടോൾ പ്ലാന്റ്സ് ആണ്. പക്ഷെ അതിന്റെ ജീനോടൈപ്പ് ക്യാപിറ്റൽ ടി ആണോ ക്യാപിറ്റൽ ടി സ്മോൾ ടി ആണോ എന്നുള്ളത് നമുക്ക് അറിയാൻ കഴിയില്ല. ഓക്കെ, അപ്പൊ എക്സ്പ്രസ്ഡ് ക്യാരക്ടർ ടോൾ ഇഫ് ഇറ്റ് ഈസ് എക്സ്പ്രസ്ഡ് ഒരു ക്യാപിറ്റൽ ടി എങ്കിലും ഉണ്ടാവും. ചിലപ്പോൾ രണ്ടും ക്യാപിറ്റൽ ടി ആയിരിക്കും, ചിലപ്പോൾ ഒരെണ്ണം ക്യാപിറ്റൽ ടി ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഈ ക്യാപിറ്റൽ ടി എന്ന ഒന്ന് വന്ന ആ സ്മോൾ ടിയുടെ മേലെ അത് ഡോമിനേറ്റ് ചെയ്ത് നിൽക്കും എന്ന് നമുക്ക് പറയാൻ പറ്റും. അതായത് ദ ക്യാരക്ടർ ക്യാപിറ്റൽ ടി ഓർ ടോൾ ഈസ് സെറ്റ് ടു ബി ഡോമിനേറ്റർ ഓവർ ദ അതർ അലീൽ സ്മോൾ ടി ഓർ ഡ്വാഫ് ക്യാരക്ടർ. അതായത് ക്യാപിറ്റൽ ടി ടോൾ ക്യാരക്ടർ എപ്പോഴും സ്മോൾ ടി ഡ്വാഫ് ക്യാരക്ടറിന്റെ മേലെ ഡോമിനേറ്റ് ചെയ്ത് നിൽക്കുന്നതായിരിക്കും. അതുകൊണ്ടാണ് ഇറ്റ് ഈസ് ദസ് ഡ്യൂ ടു ദിസ് ഡോമിനൻസ് ഓഫ് വൺ ക്യാരക്ടർ ഓവർ ദ അതർ ദാറ്റ് ഓൾ ദ F1 ആർ ടോൾ. അതുകൊണ്ടാണ് എല്ലാ F1 പ്രോജനീസും എന്തായത് ടോൾ ആയത്. കാരണം എന്താ? അവർക്ക് ഒരു ക്യാപിറ്റൽ ടി കിട്ടിയിട്ടുണ്ട് ഏതോ ഒരു പേരന്റിൽ നിന്ന്. മെയിൽ ആയിക്കോട്ടെ ഫീമെയിൽ ആയിക്കോട്ടെ വാട്ട് എവർ ഇറ്റ് മേ ബി, ജീനോടൈപ്പ് ക്യാപിറ്റൽ ടി സ്മോൾ ടി ആയതുകൊണ്ട് അവരെല്ലാവരും ടോൾ ആയിട്ട് എക്സ്പ്രസ് ചെയ്തു. അതുപോലെ F2 ജനറേഷനിൽ 3/4 പ്ലാന്റ് ടോൾ ആവാനും കാരണം ഇതാണ്. ജീനോട്ടിപ്പിക്കലി പക്ഷേ 1/2 ക്യാപിറ്റൽ ടി സ്മോൾ ടിയും അതേപോലെ 1/4 ക്യാപിറ്റൽ ടി ആണ്. നമുക്ക് നോക്കാം കേട്ടോ ഈ എങ്ങനെയായി ക്യാപിറ്റൽ ടി സ്മോൾ ടി കോമ്പിനേഷൻ ആണോ എന്ന് കണ്ടുപിടിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അത് പിന്നീട് അതിനു മുമ്പ് നമുക്ക് ഈ റേഷ്യോ എങ്ങനെയാണ് വരുന്നതെന്ന് നോക്കാം. ഇത് ഒരു ഫീനോട്ടിപ്പിക് റേഷ്യോയിലേക്ക് ആണ് ചൂണ്ടുന്നത്. അതായത് ഫീനോട്ടിപ്പിക് റേഷ്യോ 3 ടോളും ഒരു ഡ്വാർഫും. അതേപോലെ തന്നെ ഒരു ജീനോട്ടിപ്പിക് റേഷ്യോ നമുക്ക് ഇതിനകത്ത് നിന്ന് കിട്ടും. കാരണം ഒരു ക്യാപിറ്റൽ ടിയും 2 ക്യാപിറ്റൽ ടി സ്മോൾ ടിയും ഒരു സ്മോൾ ടി. സോ ഹിയർ വി ക്യാൻ സേ ദ ഫീനോട്ടിപ്പിക് റേഷ്യോ ഈസ് 3:1 റേഷ്യോ ആൻഡ് ദ ജീനോട്ടിപ്പിക് റേഷ്യോ ഈസ് 1:2:1 റേഷ്യോ. ഇവിടെ 1:2:1 റേഷ്യോ എന്നുള്ളത് എങ്ങനെയാണ് കിട്ടുന്നത്? ഇവിടെ ആ കോമ്പിനേഷൻസ് എങ്ങനെയാണ് വരുന്നത് നോക്കിക്കേ. അതായത് 1/2 possibility is there to get capital T in a gamete. അതേപോലെ തന്നെ ഇതൊരു പാരന്റിലാണ്. അതേപോലെ തന്നെ 1/2 chance is there to incorporate small t in a gamete. ഇതിന്റെ രണ്ടിന്റെയും കൂടി സ്ക്വയർ, അതായത് ഇത് രണ്ടും കൂടി ഫ്യൂസ് ചെയ്താൽ we can take the square root of it. അതായത് ax plus by the whole square. അതാണ് നമ്മൾ ഇനി ഇവിടെ നോക്കുന്നത്. അതായത് ക്യാപിറ്റൽ ടി സ്മോൾ ടി ഹാഫ് ചാൻസ് ഈസ് ദർ and capital T half possibility is there, small t half possibility is there, and when it is undergo hybridization then it will become half capital T plus half small t into half capital T പ്ലസ് ഹാഫ് സ്മോൾ ടി. അങ്ങനെ ഇത് ക്രോസ് ചെയ്യുന്ന സമയത്ത് ഇത് രണ്ടും കൂടിയിട്ട് ഒരു ഹൈബ്രിഡ് ഉണ്ടാക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഇതിൻ്റെ രണ്ടിനെയും കൂടിയിട്ടൊരു ഫെർട്ടിലൈസേഷൻ നടക്കുന്ന സമയത്ത് ഇതെങ്ങനെയായിരിക്കും? 1/2 ക്യാപിറ്റൽ ടി പ്ലസ് 1/2 സ്മോൾ ടി ദ ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു 1/2 ക്യാപിറ്റൽ ടി പ്ലസ് 1/2 സ്മോൾ ടി ഇൻറ്റു 1/2 ക്യാപിറ്റൽ ടി പ്ലസ് 1/2 സ്മോൾ ടി ദറ്റ് ഈസ് ഈക്വൽ ടു a square plus 2ab plus b square ഫോർമുലയിൽ നോക്കിയേ 1/2 into 1/2 into capital T that is equal to 1/4 capital T അല്ലേ? അതേപോലെ തന്നെ 2ab 2 into 1/2 into 1/2 capital T into 1/2 small t that is equal to 1/2 capital T small t plus 1/2 into 1/2 into small t that is 1/4 small t. See here 1/4 capital T 1/2 capital T small t 1/4 small t. ഇനി ഇതിനെല്ലാം കൂടെ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നോക്കിയേ ക്യാപിറ്റൽ T plus 1/2 into 4 that
that is equal to 2 capital T small t plus 1 by 4 into 4 small t that is equal to 1 small t. അപ്പോൾ 1:2:1 റേഷ്യോയിൽ എന്ത് കിട്ടി? ഇതിൻ്റെ റേഷ്യോ കിട്ടി. എന്തിൻ്റെ? ജീനോടൈപ്പിൻ്റെ റേഷ്യോ കിട്ടി. മെൻഡൽ F2 പ്ലാന്റ്സിനെ സെൽഫ് ഫെർട്ടിലൈസേഷൻ വഴി ഉണ്ടാക്കിയപ്പോൾ ഹി ഫൗണ്ട് ദാറ്റ് F2 പ്ലാന്റ്സ് ഡ്വാഫ് പ്ലാന്റ് ഉണ്ടായി. ഈ ഡ്വാഫ് പ്ലാന്റ് ഉണ്ടായതിന് അതിനെ സെൽഫ് ഫെർട്ടിലൈസേഷൻ ചെയ്ത് F3 F4 ജനറേഷൻ ഉണ്ടാക്കിയപ്പോൾ, അതായത് ഡ്വാഫ് പ്ലാന്റിൽ വീണ്ടും സെൽഫ് ഫെർട്ടിലൈസേഷൻ നടത്തി നെക്സ്റ്റ് സീഡ്സ് പ്രൊഡ്യൂസ് ചെയ്തപ്പോൾ ആ സീഡിൽ നിന്നുണ്ടായ എല്ലാ പ്ലാന്റും എന്തായിരുന്നു? ഡ്വാഫ് പ്ലാന്റ് ആയിരുന്നു. എന്ന് പറഞ്ഞാൽ ടോൾനെസ്സിനെ റെപ്രസെന്റ് ചെയ്യുന്ന ക്യാപിറ്റൽ ടി എന്ന് പറയുന്ന അലീൽ അതിനകത്ത് ഇല്ലേ ഇല്ല. അത് ഉണ്ടെങ്കിൽ എന്തായേനെ? അത് ടോളായിട്ട് എക്സ്പ്രസ് ചെയ്യുമായിരുന്നു. അത് എക്സ്പ്രസ് ചെയ്യാത്ത സ്ഥിതിക്ക് ഡ്വാഫ്നെസ് കാണിക്കുന്ന എപ്പോഴും ഹോമോസൈഗസ് ഇൻഡിവിജ്വലിനെയാണ്. അതെപ്പോഴും സ്മോൾ ടി കോമ്പിനേഷൻ ആയിരിക്കും കാണിക്കുന്നത് കേട്ടോ. ഇനി വാട്ട് ഡു യു തിങ്ക് ഹി വുഡ് ഹാവ് ഗോട്ട് had he self-pollinated a tall F2 plant? എന്തായിരിക്കും ഒരു ടോൾ F2 പ്ലാന്റിനെ അദ്ദേഹം ഹൈബ്രിഡൈസ് ചെയ്താൽ കിട്ടുക? ചിലപ്പോൾ എല്ലാം ടോളായിട്ട് കിട്ടും, ചിലപ്പോൾ എങ്ങനെ കിട്ടും? അതിൻ്റെ സെൽഫ് ഫെർട്ടിലൈസേഷൻ നടന്നു കഴിയുമ്പോൾ 3:1 റേഷ്യോയിൽ ടോളും ഡ്വാർഫും കിട്ടാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ എല്ലാം ടോളായിട്ട് കിട്ടണമെങ്കിൽ സെൽഫ് ഫെർട്ടിലൈസേഷൻ നടത്തുന്ന ആ പ്ലാന്റ് ഹോമോസൈഗസ് ടോൾ പ്ലാന്റ് ആയിരിക്കണം. അത് രണ്ടും, അതായത് ടോളും ഡ്വാർഫും കിട്ടണമെങ്കിൽ ആ സെൽഫ് ഫെർട്ടിലൈസേഷൻ നടക്കുന്ന F1 പ്ലാന്റ് അത് ഹെട്രോസൈഗസ് കണ്ടീഷനിലെ ക്യാപിറ്റൽ ടി ആൻഡ് സ്മോൾ ടി കോമ്പിനേഷൻ കാണിക്കുന്നതായിരിക്കണം. എന്നാലാണ് നമുക്ക് ആ രണ്ട് ക്യാരക്ടറും എക്സ്പ്രസ് ചെയ്ത് കിട്ടുള്ളൂ. ഇനി വരുന്ന പാരഗ്രാഫിൽ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട് ദ ജീനോടിപ്പിക് റേഷ്യോ അത് മാത്തമാറ്റിക്കൽ പ്രോബബിലിറ്റി വെച്ച് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. അത് സിമ്പിൾ ഫീനോടൈപ്പ് ഓഫ് എ ഡോമിനന്റ് ട്രേറ്റ് നമ്മൾ നോക്കി കണ്ടുപിടിച്ചാൽ മതി. അതുപോലെ ജീനോടിപ്പിക് കോമ്പോസിഷൻ കാണാൻ കഴിയില്ല. നമുക്ക് ആ പ്രോബബിലിറ്റി വെച്ച് മാത്തമാറ്റിക്കൽ അനാലിസിസ് വഴി, കണ്ടോ, മാത്തമാറ്റിക്കൽ അനാലിസിസ് വഴിയാണ് അദ്ദേഹത്തിൻ്റെ ആ ഡാറ്റയ്ക്ക് ഒരു ക്ലിയറൻസ് കൊണ്ടുവന്നേ എന്ന് പറഞ്ഞപ്പോൾ ആ മാത്തമാറ്റിക്കൽ പ്രോബബിലിറ്റി ഒക്കെയാണ് ജീനോടൈപ്പിക് റേഷ്യോ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം അപ്ലൈ ചെയ്തതും അതനുസരിച്ചാണോ അദ്ദേഹത്തിൻ്റെ റിസൾട്ട് വന്നിട്ടുള്ളത് എന്ന് ഇവാലുവേറ്റ് ചെയ്തതും കേട്ടോ. എക്സാമ്പിൾ നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ടോൾ പ്ലാന്റ് F1 പ്രോജനി അല്ലെങ്കിൽ F2 പ്രോജനി എന്ന് ക്യാപിറ്റൽ ടി അല്ലെങ്കിൽ ക്യാപിറ്റൽ ടി സ്മോൾ ടി കോമ്പിനേഷൻ ആവാം. അത് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. ഉണ്ടായ പ്ലാന്റ് ക്യാപിറ്റൽ ടി ആണോ ക്യാപിറ്റൽ ടി സ്മോൾ ടി ആണോ എന്ന് ടോൾനെസ് വെച്ചിട്ട് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ അതിൻ്റെ ജീനോടൈപ്പ് ഡിറ്റർമൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് അദ്ദേഹം കണ്ടുപിടിച്ച ഒരു ക്രോസ് ആണ് ടെസ്റ്റ് ക്രോസ്. ഈ ടെസ്റ്റ് ക്രോസ് എന്ന് പറഞ്ഞാൽ ഒരു ഡോമിനന്റ് ക്യാരക്ടർ അല്ലെങ്കിൽ ഒരു ടോൾ പ്ലാന്റിൻ്റെ ജീനോടൈപ്പിക് നേച്ചർ അല്ലെങ്കിൽ ജീനോടൈപ്പ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ടെസ്റ്റ് ക്രോസ് ആണ് ടെസ്റ്റ് ക്രോസ് എന്ന് പറയുന്നത്. ഒരു ടെസ്റ്റ് ക്രോസ് ടിപ്പിക്കൽ പി പ്ലാന്റിൽ ചെയ്യുമ്പോൾ ഡോമിനന്റ് ഫീനോടൈപ്പ് ഒരു റിസസീവ് പേരന്റുമായിട്ടാണ് ക്രോസ് ചെയ്യുന്നത്. അതായത് ജീനോടൈപ്പ് ഡിറ്റർമൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഡോമിനന്റ് ഫീനോടൈപ്പ് ഒരു റിസസീവ് പേരന്റുമായിട്ട് ക്രോസ് ചെയ്യും. സെൽഫ് ക്രോസ് ചെയ്യുന്നതിന് പകരം ഒരു റിസസീവ് പേരന്റുമായിട്ട് ക്രോസ് ചെയ്യും. റിസസീവ് പേരന്റുമായിട്ട് ക്രോസ് ചെയ്യുമ്പോൾ യു ജസ്റ്റ് ഇമാജിൻ ഇഫ് ഇറ്റ് ഈസ് ക്യാപിറ്റൽ ടി അൺനോൺ ഇൻഡിവിജ്വൽ, ഇഫ് ഇറ്റ് ഈസ് ക്രോസ്ഡ് വിത്ത് സ്മോൾ ടി ക്യാപിറ്റൽ ടി കോമ്പിനേഷൻ ഉള്ള ഒരു അൺനോൺ ഇൻഡിവിജ്വൽ സ്മോൾ ടി റിസസീവ് പാരന്റുമായിട്ട് ക്രോസ് ചെയ്താൽ എന്തായാലും 100% സീഡ്സും പ്രൊഡ്യൂസ് ചെയ്യുന്ന കോമ്പിനേഷൻ എങ്ങനെയായിരിക്കും? ക്യാപിറ്റൽ ടി സ്മോൾ ടി ആയിരിക്കും. ഈ ക്യാപിറ്റൽ ടി സ്മോൾ ടി ടോൾനെസ്സിനെ റെപ്രസെന്റ് ചെയ്യുന്ന എന്ന് പറഞ്ഞാൽ 100% ഡോമിനന്റ് ക്യാരക്ടറാണ് ആ ഒരു ടെസ്റ്റ് ക്രോസിൽ കാണുന്നതെങ്കിൽ നമുക്ക് പറയാൻ പറ്റുന്നത് അൺനോൺ ഇൻഡിവിജ്വൽ ദാറ്റ് ഈസ് ഷോയിങ് ക്യാപിറ്റൽ ടി കോമ്പിനേഷൻ ആസ് ഇറ്റ്സ് ജീനോടൈപ്പ് എന്ന് പറയാം. ഇനി ക്യാപിറ്റൽ ടി സ്മോൾ ടി ടോൾ ആയിരുന്നു എങ്കിലോ, ക്യാപിറ്റൽ ടി സ്മോൾ ടി ടോള് ഇഫ് ഇറ്റ് ഈസ് ക്രോസ്ഡ് വിത്ത് സ്മോൾ ടി അല്ലെങ്കിൽ റിസസീവ് ഇൻഡിവിജ്വൽ ആയിട്ട് ക്രോസ് ചെയ്താൽ ഇവിടെ നിന്നുണ്ടാകുന്ന ഗ്യാമീറ്റ്സിൽ 50% ക്യാപിറ്റൽ ടി ഉണ്ടാവും, 50% എന്തുണ്ടാവും? സ്മോൾ ടി ആയിരിക്കും ഉണ്ടാവുക. ഇതിൽ നിന്നുള്ളതാണെങ്കിലോ 100% സ്മോൾ ടി ആയിരിക്കും ഉണ്ടാവുക. ഇനി ഇവിടെ ക്രോസ് ചെയ്യുമ്പോൾ ക്യാപിറ്റൽ ടി സ്മോൾ ടി ജോയിൻ ചെയ്തിട്ട് അവിടെ സൈഗോട്ട് ഉണ്ടാവുന്ന ഒരു ക്യാപിറ്റൽ ടി സ്മോൾ ടി ആയിരിക്കും. ഇത് എക്സ്പ്രസ് ചെയ്ത് കാണുന്ന ക്യാരക്ടർ ഡോമിനന്റ് ക്യാരക്ടർ ആയിരിക്കും, അതായത് ടോൾ ക്യാരക്ടർ ആയിരിക്കും. അതേപോലെ ഈ സ്മോൾ ടി ആയിട്ട് ജോയിൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ ക്യാപിറ്റൽ ടി ഇല്ലാത്തത് കൊണ്ട് ഹൈറ്റ് ഉണ്ടാവാതിരിക്കുകയും ഇത് ഡ്വാർഫായിട്ട് എക്സ്പ്രസ് ചെയ്യുകയും ചെയ്യും. അപ്പോൾ നമുക്ക് 1:1 റേഷ്യോയിൽ ടോൾ ആൻഡ് ഡ്വാർഫ് അല്ലെങ്കിൽ ഡോമിനന്റ് ആൻഡ് റിസസീവ് ക്യാരക്ടർ കിട്ടും. അതിൽ നിന്ന് നമുക്ക് എന്താ മനസ്സിലാക്കാൻ കഴിയുന്നത്? നമ്മൾ യൂസ് ചെയ്ത ടെസ്റ്റിന് വേണ്ടിയിട്ട് അൺനോൺ ഓർഗാനിസം യൂസ് ചെയ്തത്
പ്യുവർ അല്ല, അതെങ്ങനെയാണ് ഹെട്രോസൈഗസ് കണ്ടീഷനിലുള്ളതാണ്. അപ്പോൾ ഹോമോസൈഗസ് കണ്ടീഷനും ഹെട്രോസൈഗസ് കണ്ടീഷനും അറിയാൻ വേണ്ടിയിട്ട് ജീനോടൈപ്പ് പ്രെഡിക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എസ്പെഷ്യലി ഡോമിനൻറ്റ് ക്യാരക്ടറിൻ്റെ ജീനോടൈപ്പ് പ്രെഡിക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, ടെസ്റ്റ് ക്രോസ് യൂസ് ചെയ്യുന്നത്. ടെസ്റ്റ് ക്രോസിൽ 100% ഡോമിനൻറ്റ് ക്യാരക്ടർ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അൺനോൺ ഓർഗാനിസം വിൽ ബി ഡോമിനൻറ്റ് ഇൻ നേച്ചർ. അതേപോലെ തന്നെ 50% അൺനോൺ ക്യാരക്ടർ വിൽ ബി ഹോമോസൈഗസ് ഇൻ നേച്ചർ, അതായത് ക്യാപിറ്റൽ ടി ആയിരിക്കും. ഇനി 50% ആണ് അതിൻ്റെ ഡോമിനൻറ്റ് ക്യാരക്ടറും റിസസീവ് ക്യാരക്ടറും വരുന്നതെങ്കിൽ, അല്ലെങ്കിൽ 1:1 റേഷ്യോയിലാണ് ടോളും ഡ്വാർഫും വരുന്നതെങ്കിൽ നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് അവിടുത്തെ അൺനോൺ ഇൻഡിവിജ്വൽ എന്ന് പറയുന്നത് എന്താണ്, ഒരു ഹെട്രോസൈഗസ് കണ്ടീഷനിലുള്ളതാണ് അൺനോൺ ഇൻഡിവിജ്വൽ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ടെസ്റ്റ് ക്രോസിൽ നിന്ന് നമുക്ക് ഈസി ആയിട്ട് ജീനോടൈപ്പ് ഓഫ് ആൻ ഓർഗാനിസം അനലൈസ് ചെയ്യാൻ കഴിയും കേട്ടോ. ഇവിടെ നമ്മൾ എന്താ പറയുക, ഒരു ടെസ്റ്റ് ക്രോസ് ഇറ്റ് വിത്ത് വയലറ്റ് കളർ ഫ്ലവർ ഈസ് ഡോമിനൻറ്റ് ഓവർ ദ വൈറ്റ് കളർ ഫ്ലവർ, അത് ഇവിടെ ചെയ്തിട്ടുണ്ട്. അതാണ് നമ്മൾ ഈ ഒരു ഡയഗ്രത്തിൽ കാണുന്നത്. കണ്ടോ, ഇവിടെ കാണിച്ചേക്കുന്ന ഡയഗ്രം കണ്ടോ, എല്ലാ ഹോമോസൈഗസ് റിസസീവ് ഇൻഡിവിജ്വൽ സ്മോൾ ഡബ്ല്യു ഒരു ഡോമിനൻറ്റ് ഫിനോടൈപ്പുമായിട്ട് ക്രോസ് ചെയ്തപ്പോൾ കിട്ടിയ എല്ലാ പ്രോജനീസിനും വയലറ്റ് കളർ ഫ്ലവർ പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്ലാന്റ്സ് ആണ് ഉണ്ടായത്. അതേപോലെ തന്നെ ഹോമോസൈഗസ് റിസസീവ് ഇൻഡിവിജ്വലുമായിട്ട് ഇതിനെ ക്രോസ് ചെയ്തപ്പോൾ, അതായത് ഒരു അൺനോൺ ക്യാപിറ്റൽ ഡബ്ല്യു സ്മോൾ ഡബ്ല്യുവിനെ ക്രോസ് ചെയ്തപ്പോൾ ഉണ്ടായ ഇത് നോക്കിക്കേ, ഗ്യാമീറ്റ് ക്യാപിറ്റൽ ഡബ്ല്യു ഉള്ളതും സ്മോൾ ഡബ്ല്യു ഉള്ള ഗ്യാമീറ്റ് ഉണ്ടായി. അതേപോലെ തന്നെ റിസസീവ് പാരന്റിന് സ്മോൾ ഡബ്ല്യു കോമ്പിനേഷൻ ഉണ്ടായി. ക്യാപിറ്റൽ ഡബ്ല്യു സ്മോൾ ഡബ്ല്യുവും ജോയിൻ ചെയ്തിട്ട് ഇങ്ങനൊരു കോമ്പിനേഷൻ, ഇത് രണ്ടും ജോയിൻ ചെയ്തിട്ട് ഇങ്ങനൊരു കോമ്പിനേഷൻ. അപ്പോൾ രണ്ട് പ്ലാന്റ് വയലറ്റ് കളർ ഫ്ലവർ പ്രൊഡ്യൂസ് ചെയ്യുന്നതും ഡബ്ല്യു ഹിയർ ഇറ്റ് ബോത്ത് പ്രൊഡ്യൂസസ് ദ റിസസീവ് ബോത്ത് ഷോസ് ദ റിസസീവ് അലീൽസ്. അതുകൊണ്ട് തന്നെ അത് വൈറ്റ് കളർ ഫ്ലവറുമാണ് പ്രൊഡ്യൂസ് ചെയ്തത്. അതായത് 1:1 റേഷ്യോയിൽ 2 വയലറ്റും 2 വൈറ്റും കളറുമാണ് പ്രൊഡ്യൂസ് ചെയ്തത്. ഇതാണ് ഒരു ടിപ്പിക്കൽ എക്സാമ്പിൾ ഓഫ് എ ടെസ്റ്റ് ക്രോസ് എന്ന് പറയുന്നത് കേട്ടോ. അതാണ് അതിൻ്റെ എക്സാമ്പിളായിട്ട് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഈ ഭാഗം ഒന്ന് വായിച്ചു നോക്കാം. ഫ്രം ദ പന്നറ്റ് സ്ക്വയർ ഇറ്റ് ഈസ് ഈസിലി സീൻ ദാറ്റ് 1/4 ഓഫ് ദ റാൻഡം ഫെർട്ടിലൈസേഷൻ ലീഡ് ടു ക്യാപിറ്റൽ ടി, 1/2 ലീഡ് ടു ക്യാപിറ്റൽ ടി സ്മോൾ ടി ആൻഡ് 1/4 to small t. Though the F1 have a genotype of capital T small t, but the phenotypic character seen is tall. At F2, 3/4 of the plants are tall, where some of them are capital T, while others are capital T small t. Externally, it is not possible to distinguish between the plants with the genotype capital T and capital T small t. Hence, within the genotypic pair capital T small t, only one character capital T tall is expressed. Hence, the character capital T or tall is said to dominate over the other allele small t or dwarf character. It is thus due to this dominance of one character over the other that all the F1 are tall, though the genotype is capital T small t, and in the F2 3/4 of the plants are tall, though genotypically half are capital T small t, only 1/4 are capital T. This lead to a phenotypic ratio that is 3/4 tall, that is 1/4 capital T plus 1/2 capital T small t and 1/4 small t, that is 3:1 ratio, but a genotypic ratio of 1:2:1. എങ്ങനെ 1:2:1 വന്നെന്ന് നമ്മൾ കണ്ടുപിടിച്ചതല്ലേ. So here 1/4 is to 1/2 is to 1/4 ratio. Capital T small t is mathematically condensable to the form of a binomial expression as ax plus by the whole square, that is equal to ax the whole square plus 2 into ax by plus by the whole square, that has the gamete B bearing genes capital T or small t in equal frequency of half. The expression is expanded as given below. 1/2 capital T plus 1/2 small t the whole square is equal to 1/2 capital T plus 1/2 small t into 1/2 capital T plus 1/2 small t, that is equal to 1/4 capital T 1/2 capital T small t 1/4 small t.
Mendel self-pollinated the F2 plant and found that dwarf F2 plants continued to generate dwarf plant in F3 and F4 generation. He concluded that the genotype of the dwarfs were homozygous, that is small t small t. What do you think he would have got had he self-pollinated a tall F2 plant? From the preceding paragraph, it is clear that though the genotypic ratio can be calculated using mathematical probability by simply looking at the phenotype of a dominant trait, it is not possible to know the genotypic composition. That is, for example, whether a tall plant from F1 or F2 has capital T or capital T small t combination cannot be predicted. Therefore, to determine the genotype of a tall plant at F2, Mendel crossed the tall plant from F2 with a dwarf plant. This he called a test cross. In a typical test cross, an organism like pea plant here showing a dominant phenotype and whose genotype is to be determined is crossed with the recessive parent instead of self-crossing. The progenies of such a cross can easily be analyzed to predict the genotype of the test organism. Figure 5.5 shows the result of a typical test cross where violet color flower is dominant over the white color flower. Using Punnett square, try to find out the nature of offspring of a test cross. What ratio did you get? അത് ടെസ്റ്റ് ക്രോസിൽ എപ്പോഴും ഹോമോസൈഗസ് ആയിട്ടുള്ള അൺനോൺ ഇൻഡിവിജ്വൽ ആണെങ്കിൽ ആ ഡോമിനൻറ്റ് ക്യാരക്ടർ എക്സ്പ്രസ് ചെയ്യുകയും 100% ഒരു ക്യാരക്ടർ മാത്രം എക്സ്പ്രസ് ചെയ്യുകയും ഹെട്രോസൈഗസ് ആയിട്ടുള്ള അൺനോൺ ഇൻഡിവിജ്വൽ ആണെങ്കിൽ ഡോമിനൻ്റ് ആൻഡ് റിസസീവ് ക്യാരക്ടർ ഈക്വൽ സ്ട്രെങ്ത്തിൽ എക്സ്പ്രസ് ചെയ്യുക, അതായത് 1:1 റേഷ്യോയിൽ എക്സ്പ്രസ് ചെയ്യുകയും ചെയ്യും നമുക്ക് കാണാം. യൂസിങ് ദ ജീനോടൈപ്പ് ഓഫ് ദിസ് ക്രോസ് ക്യാൻ യു ഗിവ് ദ ജനറൽ ഡെഫിനിഷൻ ഫോർ എ ടെസ്റ്റ് ക്രോസ്? ടെസ്റ്റ് ക്രോസിൻ്റെ ഒരു ജനറൽ ഡെഫിനിഷൻ എന്താണ്? ടെസ്റ്റ് ക്രോസ് ഈസ് എ ക്രോസ് which is made to analyze the genotype of an unknown organism. To find out the genotype of an unknown organism, test cross is a cross. It is used to find out the genotype, unknown genotype of an organism, where we are crossing the unknown progeny or unknown organism with a recessive parent for that particular character, and if the result obtained is 100% dominant nature, that show the unknown organism's genotype is homozygous, and if the result is 1:1 ratio in which the dominant and recessive character is shown, then we can say that 1:1 ratio it represents the heterozygous individual, unknown individual it is showing. Okay, അപ്പോൾ അതാണ് അതിൽ നിന്ന് നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ. അതായത് ജീനോടൈപ്പ്, അൺനോൺ ജീനോടൈപ്പ് ക്രോസ്, ജീനോടൈപ്പ് കോമ്പിനേഷൻ എങ്ങനെയായിരിക്കും എന്നുള്ളത് നമുക്ക് പറയാൻ കഴിയും ഈ പറയുന്ന ടെസ്റ്റ് ക്രോസ് വെച്ചിട്ട് കേട്ടോ. ഇനി മെന്റലിന്റെ ഒബ്സർവേഷൻ ബേസ് ചെയ്തിട്ട് അദ്ദേഹം പ്രപ്പോസ് ചെയ്ത കുറെ ലോസ് ആണ്, അതായത് ലോ ഓഫ് ഡോമിനൻസ്, ലോ ഓഫ് സെഗ്രിഗേഷൻ, ഇതൊക്കെയാണ് ഇനി നമുക്ക് പഠിക്കാനുള്ളത് കേട്ടോ. അപ്പൊ നമുക്ക് ഈ ഒരു സെഷൻ ഇത്രയും മതി. ഇനി നമുക്ക് ഈ ഒരു ചാപ്റ്റർ നമ്മൾ ഇതുവരെ പഠിച്ചപ്പോഴത്തേക്കും കുറേ പുതിയ ടേംസ് ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്തു നിങ്ങളുടെ മുമ്പിൽ. അപ്പോൾ ആ ഒരു ടേംസും അതിന്റെ ഡെഫിനിഷൻസും അതേപോലെ തന്നെ അദ്ദേഹം പ്രപ്പോസ് ചെയ്ത എല്ലാ ലോയും കൂടിയിട്ട് നമുക്ക് അടുത്ത സെഷനിൽ, അതായത് മോണോഹൈബ്രിഡ് ക്രോസിന് വെച്ച് അദ്ദേഹം ചെയ്ത മോണോഹൈബ്രിഡ് ക്രോസിനെ ബേസ് ചെയ്ത് അദ്ദേഹം കണ്ടുപിടിച്ച അല്ലെങ്കിൽ അദ്ദേഹം പ്രപ്പോസ് ചെയ്ത ലോസും അതേപോലെ ടേംസും നമുക്ക് അടുത്ത ക്ലാസ്സിൽ പരിചയപ്പെടാം. ഓക്കെ.